തുടരുക. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. ദുരന്തം നടന്നിട്ട് 1 വർഷമായെന്നും ഇനി എപ്പോൾ തീരുമാനമെടുക്കുമെന്നും കോടതി ചോദിച്ചു. സംസ്ഥാനത്തെ ബാങ്കുകൾ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളിയത് മാതൃകയാക്കിക്കൂടെയെന്നും ഹൈക്കോടതി ചോദിച്ചു. ഈ മാസം 13-നകം തീരുമാനമറിയിക്കാൻ കേന്ദ്രത്തോട് കോടതി നിർദ്ദേശിച്ചു. മുസ്തഫയുണ്ട്. മുസ്തഫ, ഈ 1 വർഷമായിട്ടും ഈ വായ്പ എഴുതിത്തള്ളുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നാണോ കേന്ദ്രം കോടതിയെ ധരിപ്പിച്ചത്? നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വയനാട്ടിലുള്ള ജനങ്ങളുടെ പ്രത്യേകിച്ച് നാഷണലൈസ്ഡ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വായ്പകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയത്തിൽ സ്വമേധയാ എടുത്ത കേസിൽ കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി ഹൈക്കോടതി കേന്ദ്രത്തിന്റെ നിലപാട് തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഇപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല. അത് മറ്റു മിനിസ്ട്രികളുടെ പരിഗണനയിലാണ് എന്നതുൾപ്പെടെയുള്ള വിശദീകരണങ്ങളാണ് കേന്ദ്രത്തിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ SGA ഉൾപ്പെടെയുള്ളവർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. പലതവണ കോടതി ഈ വിഷയത്തിൽ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചതുമാണ്. ഇന്നും സമാനമായ രൂപത്തിലാണ് എക്സ്പെൻഡിച്ചർ മിനിസ്ട്രിയുടെ പരിഗണനയിലായിരുന്നു. അത് പിന്നീട് ഫിനാൻഷ്യൽ മിനിസ്റ്ററുടെ പരിഗണനയ്ക്ക് വിട്ടു. അത് പ്രത്യേക സമിതി പരിശോധിക്കുന്നുണ്ട്. അത് അന്തിമ തീരുമാനം ഒരു ബുധനാഴ്ചയൊക്കെ ആകുമ്പോഴേക്ക് ആ വിഷയത്തിൽ ഒരു തീരുമാനം അറിയിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ പറഞ്ഞത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഈ വിഷയത്തിൽ കോടതി ഒരു നിർദ്ദേശം നൽകണം, അന്തിമ തീരുമാനം അറിയിക്കാൻ ഒരു നിർദ്ദേശം നൽകണം എന്നതാണ് അഡ്വക്കേറ്റ് ജനറൽ കോടതിയെ അറിയിച്ചത്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞത് 1 വർഷമായി ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ തീരുമാനമായില്ലെങ്കിൽ ഇനി എന്നാണ് തീരുമാനമാവുക എന്നൊരു കാര്യമാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. എന്തായാലും 13-ന് കേസ് പരിഗണിക്കുമ്പോൾ ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം അറിയിക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഈ ഈ ലോൺ എമൗണ്ടുമായി ബന്ധപ്പെട്ടല്ല മറ്റു ചില കാര്യങ്ങൾ നേരത്തെ 120 കോടി രൂപ അനുവദിച്ചിരുന്നു. അതിൽ ഭരണാനുമതി ലഭിച്ച 104 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. 50 കോടി രൂപയുടെ 7 പദ്ധതികൾക്ക് ഭരണാനുമതി ലഭിച്ചു എന്ന് സർക്കാർ കോടതി അറിയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ സ്കൂൾ നവീകരണം ഉൾപ്പെടെയുള്ള മറ്റു പദ്ധതികൾ കൂടി ഉടൻ ഭരണാനുമതി നൽകുമെന്നും സർക്കാരിന്റെ ഒരു സത്യവാങ്മൂലം ഇന്ന് കോടതിയിൽ സമർപ്പിച്ചു. ഈ മാസം 13-നകം വായ്പ എഴുതിത്തള്ളുന്നതിൽ ഒരു അന്തിമ തീരുമാനം അറിയിക്കണമെന്നാണ് ഹൈക്കോടതി കേന്ദ്രത്തിനോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. വിവരങ്ങളാണ് അഹമ്മദ് മുസ്തഫ